ഗുണ കേവിൽ പെട്ടുപോയ മഞ്ഞമ്മൽ ബോയ്സിന്റെ കഥ നമ്മൾ കണ്ടതാണ്. ആ സിനിമയിൽ സൗബിന്റെ കഥാപാത്രം ആ കേവിലേക്ക് ഇറങ്ങുന്ന സമയം തിയേറ്ററിൽ ഇരുന്ന് കണ്ട നമുക്കെല്ലാം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് കാണും. ആ കേവിൽ വീണ സുഭാഷ് മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. പക്ഷെ അത്തരത്തിൽ വീണുപോയ ബാക്കിയുള്ളവരുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ഒരു കേവിൽ പെട്ടുപോയ യുവാവിന്റെ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. നേരെ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. പിന്നെ ബ്രോസ്, നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കണേ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജോൺ എഡ്വേർഡ് ജോസ് ഇരുവരുടെയും അച്ഛൻ, ഇവരെല്ലാവരും പണ്ട് മുതൽ കേവ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു ഹോബിയായി കൊണ്ടു നടക്കുന്നവരാണ്. ജോണും ജോസും ചെറുപ്പം മുതലേ അവരുടെ അച്ഛനൊപ്പം ഇത്തരത്തിലുള്ള കേവുകൾ എക്സ്പ്ലോർ ചെയ്യുവാൻ ആരംഭിച്ചിരുന്നു. ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള ഇടുങ്ങിയതും ഇരുട്ടു നിറഞ്ഞതുമായ കേവുകൾ കാണുവാനും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കലും ഇവർക്ക് ഒരു ഹോബിയായിരുന്നു. ജോണും ജോസും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് വളരെ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ അത്രയും ഇവർ ഇത്തരത്തിലുള്ള കേവുകൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ 2009 നവംബർ 24 ഒരു ഒഴിവു ദിവസം അവർ അവരുടെ ഇഷ്ടവിനോദമായ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അവർ സെലക്ട് ചെയ്തത് നട്ടിപ്പെട്ടി എന്ന ഒരു കേവ് ആയിരുന്നു. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. ഈ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ജോണിന് പ്രായം 26. അദ്ദേഹം അന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ഭാര്യ 9 മാസം പ്രഗ്നന്റുമായിരുന്നു. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വിഷമകരമായ ഒരു വസ്തുത. അന്നേ ദിവസം ജോണും ജോസും അവരുടെ ഫാമിലിയും 9 സുഹൃത്തുക്കളും കൂടി നട്ടിപ്പെട്ടി കേവ് എക്സ്പ്ലോർ ചെയ്യുവാനായി പോകുന്നുണ്ട്. ഏകദേശം 8 മണിയോടുകൂടി അവർ ആ കേവിന്റെ ചാമ്പർ എന്ന് കരുതുന്ന ബിഗ് സ്ലൈഡിൽ എത്തുന്നുണ്ട്. അങ്ങനെ ജോണും ജോസും അവരുടെ 2 സുഹൃത്തുക്കളും കൂടി കേവിലിറങ്ങി ദ ബെർത്ത് കനാൽ എന്ന സ്ഥലത്തേക്ക് പോകുവാൻ ആരംഭിക്കുന്നു. പക്ഷേ ഇവർ ഒരുമിച്ചല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പിരിഞ്ഞാണ് പോകുന്നത്. ദ ബെർത്ത് കനാലിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും അപകടം പിടിച്ചതുമാണ്. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ പോകുവാനും തിരിച്ചു വരുവാനും സാധിക്കുകയുള്ളൂ. ഒരുപാട് കേവുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കേവിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ജോൺ ആ കേവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു ഗുഹ കാണുന്നത്. വളരെ ഇടുങ്ങിയതായിരുന്നു. ജോൺ തൻ്റെ തല വളരെ കഷ്ടപ്പെട്ട് അതിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. പിന്നീട് തൻ്റെ വിരലുകൾ മാത്രം ഉപയോഗിച്ച് പതിയെ മുന്നിലേക്ക് സഞ്ചരിക്കാനും തുടങ്ങുന്നു. കുറച്ചു ദൂരം ആ ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ജോണിന് ആ കാര്യം മനസ്സിലാകുന്നത്. ദ ബെർത്ത് കനാലിലേക്കുള്ള വഴി തെറ്റിയിരിക്കുന്നു. പക്ഷെ അവിടെ നിന്നും തിരിയുവാനുള്ള ഒരു സൗകര്യം ജോണിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ വിരലുകൾ ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടി ജോൺ മുന്നിലേക്ക് തന്നെ പോകുന്നുണ്ട്. ജോണിന് വഴി തെറ്റി എന്ന് മനസ്സിലായിട്ടും ജോണ് മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. കാരണം ആ കേവിൽ എവിടെയെങ്കിലും ഒന്ന് തിരിയുവാനുള്ള ഗ്യാപ്പ് ഉണ്ടാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. കഷ്ടി വളരെ ബുദ്ധിമുട്ടി ഒരാൾക്ക് മാത്രം പോകുവാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ആ ഗുഹ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജോൺ തൻ്റെ വിരലുകൾ മാത്രം ഉപയോഗിച്ച് വളരെ സാവധാനത്തിലാണ് മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. മുന്നിലേക്ക് പോകും തോറും കേവ് കൂടുതൽ ഇടുങ്ങി വന്നു. ജോണിന് നേരാവണ്ണം അതിലൂടെ സഞ്ചരിക്കാൻ പോലും സാധിക്കാതെയായി. പല സമയങ്ങളിലും ജോൺ പലയിടത്തും സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം മുന്നോട്ട് തന്നെ നീങ്ങി. പക്ഷേ ജോൺ അറിഞ്ഞിരുന്നില്ല ജോൺ എത്തിപ്പെട്ടത് അതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കേവിലായിരുന്നു. ജോൺ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേവ് കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ നേരെ താഴ്ചയിലേക്കുള്ള ഒരു കുഴിയായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ മുന്നിലേക്ക് നോക്കിയ ജോണിന് ആ കുഴി അദ്ദേഹത്തിന് തിരിയുവാൻ സാധിക്കുന്ന ഒരിടമായി തോന്നുകയും അദ്ദേഹം നേരെ അവിടേക്ക് നീങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുള്ളിൽ തന്നെ ജോണിന്റെ ശരീരം ആ ഇടുക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ജോൺ തന്റെ ശ്വാസം മൊത്തത്തിൽ പുറത്തേക്ക് വിടുകയും ചെസ്റ്റ് ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്തു. ഇതുമൂലം ജോണിന് ചെറുതായി അനങ്ങുവാൻ സാധിച്ചു. ജോൺ പതിയെ മുന്നിലേക്ക് തന്നെ നീങ്ങി. പക്ഷേ ജോൺ ശ്വാസം വലിച്ചതും പകുതിയോളം ആ കുഴിയിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. ജോൺ മുന്നിലേക്കും പിന്നിലേക്കും പോകാൻ കഴിയാത്ത വിധം ആ കുഴിയിൽ അകപ്പെട്ടു പോയി. തല കീഴായി ജോൺ കുടുങ്ങിക്കിടക്കുന്ന ആ കുഴിക്ക് 10 ഇഞ്ച് വീതിയും 18 ഇഞ്ച് ആഴവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ തല കീഴായി കുടുങ്ങിക്കിടക്കുന്ന ജോണിന്റെ തലയിൽ ഘടിപ്പിച്ച ടോർച്ചും നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം സമയം
ജോൺ അനങ്ങാൻ സാധിക്കാതെ ആ കുഴിയിൽ പെട്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ ജോൺ കുടുങ്ങിയതായി കണ്ടുപിടിക്കുന്നത് ജോണിന്റെ 24 വയസ്സുള്ള അനിയനായിരുന്നു. ജോണിന്റെ അനിയൻ ജോസ് ആദ്യം കരുതിയത് അവരുടെ ഫാമിലിക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി ലഭിച്ചു എന്നതായിരുന്നു. കാരണം ഇത്തരത്തിൽ ജോസിന്റെയും ജോണിന്റെയും അച്ഛൻ പുതിയൊരു കേവ് കണ്ടുപിടിക്കുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ജോസ് ജോണിന്റെ അടുത്തേക്ക് പതിയെ നീങ്ങി പോകുന്നുണ്ട്. അദ്ദേഹവും വളരെ കഷ്ടപ്പെട്ട് വിരലുകൾ ഉപയോഗിച്ചാണ് ജോണിന്റെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ ജോസിനെ അവിടെ കാണാൻ സാധിച്ചത് ജോണിന്റെ 2 കറുത്ത ഷൂകൾ മാത്രമായിരുന്നു. ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം ആ കുഴിയിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ജോസിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ജോസിന് അപ്പോൾ ഒരു കൈകൾ മാത്രമേ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ കൈകൾ ഉപയോഗിച്ച് ജോണിനെ ആ കുഴിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി ജോൺ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജോസിന് തൻ്റെ രണ്ടാമത്തെ കൈ എവിടെയും പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടും ജോണിന് ആ കുഴിയിൽ തൻ്റെ കൈകൾ കൊണ്ട് എവിടെയും അള്ളിപ്പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഈ ശ്രമം പാഴായി പോവുകയാണ് ചെയ്തത്. 2 ഇഞ്ച് ജോണിനെ പൊന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ജോൺ അതേപോലെ താഴേക്ക് വീണ്ടും വീഴുകയാണ് ചെയ്യുന്നത്. ജോസിനൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിന്നും ജോണിനെ രക്ഷിക്കണമെങ്കിൽ അത് റെസ്ക്യൂ ടീമിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ജോസ് തനിക്ക് ആവും വിധം വേഗത്തിൽ പുറകിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് റെസ്ക്യൂ ടീമിനെ വിളിക്കുവാനായി. അദ്ദേഹം മുകളിലെത്തി റെസ്ക്യൂ ടീമിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ടീം ഈ സംഭവ സ്ഥലത്ത് എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ റെസ്ക്യൂ ടീമിന്റെ കയ്യിൽ ഭൂമിക്ക് അടിയിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നതിനുള്ള എക്യുപ്മെന്റ്സുകൾ വളരെ പരിമിതമായിരുന്നു. എൻട്രൻസിൽ നിന്ന് ഏകദേശം 400 അടി ആഴത്തിലും ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 100 അടി താഴ്ചയിലുമായിരുന്നു. ജോണിന്റെ അടുത്തേക്ക് റെസ്ക്യൂ ചെയ്യുവാനായിട്ട് ആദ്യം എത്തുന്നത് സൂസി എന്ന കേവ് എക്സ്പ്ലോറർ ആയിരുന്നു. സൂസി വളരെ ബുദ്ധിമുട്ടി ആ കേവിലൂടെ ജോണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പല സമയങ്ങളിലും സൂസി പല സ്ഥലത്തും സ്റ്റെക്കായി പോകുന്നുണ്ട്. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് സൂസി ജോണിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആ സമയം അത്രയും ജോൺ തലകീഴായി ആ കുഴിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. സൂസി ജോണിന്റെ അടുത്തെത്തിയതും സൂസിക്ക് അവിടെ കാണാൻ സാധിച്ചത് ജോണിന്റെ കറുത്ത ഷൂകൾ മാത്രമായിരുന്നു. സൂസി അവിടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് മറുപടിയായി ജോൺ പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു. പക്ഷെ സൂസി അവിടെ ഒന്നാകെ വിശകലനം ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തൽ അവിടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ജോൺ കിടക്കുന്നത് തല കീഴായിട്ടാണ്. മനുഷ്യ ശരീരം നിവർന്നു നിൽക്കുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് അനുപാതമായിട്ടാണ് മനുഷ്യന്റെ ശരീരം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ ജോണിന്റെ ശരീരം തല കീഴായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമയം അങ്ങനെ കിടന്നാൽ ശരീരത്തിലെ രക്തത്തിൽ ടോക്സിന്റെ അളവ് കൂടുകയും ശ്വാസം മുട്ടലും ഹൃദയാഘാതവും അനുഭവപ്പെടുകയും മരണം സംഭവിക്കാനുള്ള സാധ്യതയും സൂസി മുൻകൂട്ടി കാണുന്നു. അവർ പെട്ടെന്ന് തന്നെ ജോണിന്റെ കാലിൽ കയറുകെട്ടി മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ കേവിന്റെ സ്ട്രക്ചർ വളരെ ഡിഫറെന്റ് ആയിരുന്നു. കയറ് പലയിടത്തും കുടുങ്ങി വലിക്കാൻ സാധിക്കാത്ത വിധം പെട്ടുപോകുന്നു. സൂസിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കയർ കെട്ടി വലിച്ച് ജോണിനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. മറ്റു മാർഗങ്ങൾ തിരഞ്ഞേ മതിയാവുകയുള്ളൂ. വലിയ ഡ്രില്ല് കൊടുന്ന് കേവിന്റെ വിസ്താരം കൂട്ടുവാനുള്ള സാഹചര്യം അവിടെയില്ല. എന്നാൽ ചെറിയ ഡ്രില്ല് കൊടുന്ന് കേവിന്റെ വിസ്താരം കൂട്ടുവാനുള്ള സമയവും സാവകാശവും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ പുള്ളിംഗ് സിസ്റ്റം എന്ന മാർഗം പ്രയോഗിക്കുവാൻ അവർ തീരുമാനിക്കുകയാണ്. 2006-ൽ ഇത്തരത്തിൽ 2 കുട്ടികൾ കുടുങ്ങിയപ്പോൾ പുള്ളിംഗ് സിസ്റ്റം വെച്ചായിരുന്നു ആ കുട്ടികളെ പുറത്തെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ആ കുട്ടികളെ അപേക്ഷിച്ച് ജോണിന്റെ ശരീരഭാരവും ശരീരത്തിന്റെ വലുപ്പവും കൂടുതലാണ്. മറ്റു വഴികളില്ലാതെ അവർ ആ പുള്ളിംഗ് സിസ്റ്റത്തിലേക്ക് തിരിയുന്നു. അതായത് കയറുകൾ കല്ലിൽ വലിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു പുള്ളി ഉപയോഗിച്ച് കയറിനെ ഫ്രീ ആക്കുന്ന രീതിയായിരുന്നു ഇത്. അവർ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയം എത്രയും റെസ്ക്യൂ ടീം ജോണിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ജോണിന് പാട്ടുകൾ പാടിക്കൊടുക്കുന്നുണ്ട്. ജോണിന്റെ ഭാവി കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ സമയങ്ങളിൽ അത്രയും ജോൺ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല തൻ്റെ മകൾക്ക് വേണ്ടിയെങ്കിലും തന്നെ രക്ഷപ്പെടുത്തണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ജോൺ തല കീഴായി ആ കേവിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ അധികം സമയം കളയാൻ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ജോണിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പതിയെ ജോണിന്റെ ശബ്ദം മാറി വരുന്നത് റെസ്ക്യൂ ടീം ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ജോണിന്റെ ശബ്ദം വളരെ നേർത്ത രീതിയിലാവുന്നു. ശ്വാസോച്ഛ്വാസവും വളരെ നേർത്ത രീതിയിലാവുന്നു. അപ്പോഴേക്കും പുള്ളിംഗ് സിസ്റ്റം മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. ജോണിന്റെ കാലിൽ കയറ് കെട്ടി പുള്ളിംഗ് സിസ്റ്റത്തിലൂടെ വലിച്ചെടുക്കാൻ വേണ്ടി റെസ്ക്യൂ ടീം ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ റെസ്ക്യൂ ടീം ആ കാര്യം മനസ്സിലാക്കുന്നത്. തിരിച്ചെടുക്കാൻ കഴിയാത്ത വണ്ണം ജോൺ ആ കുഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്.
ജോണിനെ ഇനി പുറത്തെടുക്കണമെങ്കിൽ ജോണിന്റെ കാലുകൾ ഉടച്ചതിന് ശേഷം മാത്രമേ ജോണിനെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള ജോണിന്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. കാലിലേക്കുള്ള രക്തയോട്ടം വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ കാലിൽ കെട്ടിയിട്ടുള്ള കയറ് വലിക്കുമ്പോൾ ജോൺ വേദന കൊണ്ട് പുളഞ്ഞിരുന്നു. ആ പുള്ളിംഗ് സിസ്റ്റത്തിലൂടെ ജോണിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. ജോണിനും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ജോൺ ആ കേവിൽ കുടുങ്ങിയിട്ട് 24 മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. ജോണിനെ രക്ഷിക്കുവാനായി 100-ലധികം റെസ്ക്യൂ ടീമുകൾ പുറത്ത് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ 27 മണിക്കൂറുകൾക്ക് ശേഷം 2009 നവംബർ 25-ന് ജോണിൻ്റെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും വരാതെയായി. ജോൺ അപ്പോൾ അയാളുടെ ക്രൂരമായ അവസാന നിമിഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജോണിൻ്റെ ഒഫീഷ്യൽ ഡെത്ത് റെസ്ക്യൂ ടീം സ്ഥിരീകരിക്കുന്നു. അതെ, ജോണിൻ്റെ ഭാര്യയെയും 1 വയസ്സായ പെൺകുട്ടിയെയും 1 മാസത്തിന് ശേഷം ജനിക്കാനിരിക്കുന്ന കുട്ടിയെയും തനിച്ചാക്കി ജോൺ യാത്രയായിരിക്കുന്നു. അവരാരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇത്തരത്തിലുള്ള ഒരു അപകടം ജോണിന് സംഭവിക്കുമെന്ന്. ഈ അപകടത്തിന് ശേഷം നട്ടിപ്പട്ടിയിലേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും അതിൻ്റെ എൻട്രൻസ് കോൺക്രീറ്റ് വെച്ച് അടയ്ക്കുകയും ചെയ്യുന്നു. ജോണിൻ്റെ മൃതദേഹം ആ കേവിൽ നിന്ന് പുറത്തെടുക്കുവാനും സാധിച്ചില്ല. ഇന്നും നട്ടിപ്പട്ടി കേവ് ജോൺ എഡ്വേർഡിൻ്റെ ശവകുടീരമായി സ്ഥിതി ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോ കാണുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ബൈ.